ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്ന് അന്വേഷിക്കുന്നു. രാജ്യാന്തര കണ്ണികൾ കൂടി ഉൾപ്പെട്ട തട്ടിപ്പിൽ പണമെത്തിച്ച വഴികളിലേക്ക് കൂടിയാണ് ഇഡിയുടെ അന്വേഷണം. കേരളത്തിലെ സമാന തട്ടിപ്പുകളുടെ സമഗ്ര റിപ്പോർട്ട് ഡൽഹിയിലെ ഇഡി ഹെഡ് ഓഫീസ് കൊച്ചി സോണൽ ഓഫീസിനോട് തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നു. സുധീഷ്, നമുക്കറിയാം ഈ വിഷയത്തിൽ, അതായത് രാജ്യാന്തര തലത്തിൽ തന്നെ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ കോടികൾ തട്ടിയെടുക്കുന്ന രീതി, അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം വിനിയോഗിച്ചു എന്നുള്ള സംശയമുയരുന്നു. ഇക്കാര്യത്തിലേക്ക് ഇഡിയുടെ അന്വേഷണം നീളുകയാണ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നമുക്കറിയാം കേരളത്തിൽ തന്നെ 3 കേസുകളിൽ നിന്നായി തന്നെ 12 കോടി രൂപയാണ് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി തട്ടിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സാമ്പത്തിക വിനിയോഗം സംബന്ധിച്ചും ഇതിനെ ഉപയോഗിച്ച രീതികൾ, അതായത് സിം കാർഡ് അടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും മറ്റും അക്കൗണ്ടിലൂടെ, ഇല്ലെങ്കിൽ അവരുടെ മേൽവിലാസം വെച്ചെടുത്ത അക്കൗണ്ടുകളും മറ്റും ഇതിൻ്റെ സാമ്പത്തിക വിനിയോഗത്തിന് തിരഞ്ഞെടുക്കുന്നു എന്നതെല്ലാം ഇഡി കണ്ടതോടെയാണ് ഇതിന് ഗൗരവതരമായി ഈ കേസിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടി ഈ പണം വിനിയോഗിക്കുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് കൊച്ചിയിലെ ഓഫീസിനോട് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുകയും അത് മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി കൈമാറിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, കേരളത്തിലെ 3 ജില്ലകളിൽ നിന്ന് മാത്രമായി തന്നെ 12 കോടി തട്ടിയെടുത്തപ്പോൾ രാജ്യവ്യാപകമായി ഇതിൻ്റെ ഒരു അന്വേഷണം വ്യാപിക്കുമ്പോൾ ഇതിൻ്റെ തോത് വലിയ രീതിയിൽ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് തുക ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അത്രയും കോടി രൂപയും വിനിയോഗിക്കുന്നത് എന്ത് കാര്യത്തിനാണ്, ഇത് ആരിലേക്ക് പോകുന്നു, ഏത് തരത്തിൽ വിനിയോഗിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിലുപരി അത് രാജ്യത്തിന് പുറത്തേക്കാണ് പോകുന്നതെന്നതും വളരെ ഗൗരവതരമായാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കണ്ണികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ഈ വിദ്യാർത്ഥികളിൽ നിന്നും സിം കാർഡും അതോടൊപ്പം തന്നെ അവരുടെ മേലുല്ലാസ രേഖകളും അടക്കം ശേഖരിക്കുമ്പോൾ അത് കൈമാറുന്ന വിദേശ രാജ്യത്തേക്ക് അടക്കം കൈമാറുന്നതിനുള്ള കമ്മീഷനുണ്ട്. ഇത്തരത്തിൽ താഴെ തട്ട് മുതലുള്ള ഈ കണ്ണികളെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പദ്ധതിയിടുന്നത്. അതിലൂടെ ഇതിനെ പൂർണ്ണമായും തടയുക, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശം, മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഇതിനെ ചെറുക്കുക എന്നതാണ്. ഇപ്പോഴും ഇത്തരത്തിൽ വഞ്ചിതരാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുമ്പോൾ ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയുള്ള തട്ടിപ്പ്, അതും പ്രശസ്തമായ കമ്പനികളുടെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്. അത്തരം അക്കൗണ്ടുകൾ വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ തട്ടിപ്പ് സജീവമായി നിൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായും ചെറുക്കാനുള്ള നീക്കമാണ് ഇഡിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നത്. വിനോദ്, ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്നുള്ളതിലാണ് ഇഡിയുടെ അന്വേഷണം ഇപ്പോൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്.